പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. ഇന്ത്യൻ, അറബിക്, ചൈനീസ് വിഭവങ്ങളും ജ്യൂസ്, ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും. ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും. കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് MSN ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നൂർക്കര. ഫോൺ 9447062266. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ട്രഡീഷണൽ മെഡിസിൻ ആസ്പദമാക്കി നടത്തുന്ന രണ്ടാമത് ഗ്ലോബൽ സമ്മിറ്റ് 2025 ഡിസംബർ 17 മുതൽ 19 വരെ ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ നടക്കും. മിനിസ്ട്രി ഓഫ് ആയുഷാണ് ഈ ഗ്ലോബൽ സമ്മിറ്റിന് നേതൃത്വം നൽകുന്നതെന്ന് ഭാരവാഹികൾ ചെറുതുരുത്തി പഞ്ചകർമ്മ ആയുർവേദ റിസർച്ച് സെന്ററിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ട്രഡീഷണൽ മെഡിസിൻ്റെ ആസ്പദമാക്കി നടത്തുന്ന രണ്ടാമത്തെ ഗ്ലോബൽ സമ്മിറ്റ് 2025 ഡിസംബർ 17 മുതൽ 19 വരെ ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ നടത്തുന്നതാണ്. മിനിസ്ട്രി ഓഫ് ആയുഷ് ആണ് ഈ ഗ്ലോബൽ ഇതിന് നേതൃത്വം നൽകുന്നത്. ഇതിൻ്റെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കുന്നതാണ്. WHO ഡയറക്ടർ ജനറൽ തെദ്രാസ് അധാനം ഘബ്രയോയുസ് ഇതിൽ സന്നിഹിതനാവുന്നതാണ്. 20ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗ്യ മന്ത്രിമാരും സെക്രട്ടറിമാരും ഇതിൽ പങ്കെടുക്കുന്നതാണ്. കേന്ദ്ര ആയുഷ് സഹമന്ത്രി ശ്രീ പ്രതാപ് റാവു ജാദവ്, WHO സീനിയർ അഡ്വൈസർ പൂനം ഖത്രേപാൽ, ആയുഷ് സെക്രട്ടറി വൈദ്യ രാജേഷ് കൊട്ടേച്ച, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രിൻസിപ്പൽ ഡയറക്ടർ ശ്രീ ധീരേന്ദ്ര ഓജ എന്നിവരാണ് ഈ സംരംഭത്തിന് നേതൃത്വം നൽകുന്നത്. ഈ വർഷത്തെ ഗ്ലോബൽ സമ്മിറ്റിൻ്റെ തീം എന്നുള്ളത് റെസ്റ്റോറിംഗ് ബാലൻസ്, സയൻസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് എന്നതാണ്. 100ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ, പോളിസി മേക്കേഴ്സ്, ഗ്ലോബൽ ഹെൽത്ത് ലീഡേഴ്സ്, ഗവേഷകർ, വിദഗ്ധർ, വ്യവസായങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, പ്രാക്ടീസ് ചെയ്യുന്നവർ എന്നിവർ ഇതിൽ പങ്കെടുക്കുന്നതാണ്. ഈ ഗ്ലോബൽ സമ്മിറ്റ് ഇന്ത്യയുടെ ട്രഡീഷണൽ മെഡിസിനുള്ള പ്രാധാന്യം വെളിവാക്കുന്നതാണ്. വർഷങ്ങളായി ഇന്ത്യയിൽ നിലനിൽക്കുന്ന ആയുഷ് സിസ്റ്റം, ആയുർവേദ, യോഗ, നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, സോവാറിക്പ, ഹോമിയോപ്പതി എന്നീ ചികിത്സാ പദ്ധതികളിലൂടെ ജനങ്ങളുടെ ആരോഗ്യത്തിന് കൂടുതൽ കരുതൽ നൽകിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിൻ്റെ ഭാഗമായി WHO ഗ്ലോബൽ ട്രഡീഷണൽ മെഡിസിൻ സെൻറ്റർ ഗുജറാത്തിലെ ജാംനഗറിൽ ആരംഭിച്ചിട്ടുണ്ട്. സമ്മിറ്റിൽ ബെലാറസ്, ഭൂട്ടാൻ, ബ്രസീൽ, ക്യൂബ, കൊളംബിയ, ഇന്തോനേഷ്യ, മലേഷ്യ, നേപ്പാൾ, ശ്രീലങ്ക, UAE, തായ്ലൻഡ്, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുമായി ചർച്ചകൾ നടത്തുന്നതാണ്. ഈ സമ്മിറ്റിൻ്റെ ഭാഗമായി അശ്വഗന്ധ അഥവാ മുക്കുരം എന്ന ചെടിയുടെ ഗുണഗണങ്ങൾ വിവരിക്കുന്നതാണ്. കാരണം ഇന്ത്യയിൽ നിന്നുള്ള ഈ ചെടി ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റിക്കൊണ്ടിരിക്കുന്നു. മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കാനും ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിപ്പിക്കാനും പ്രതിരോധ ശക്തി കൂട്ടുവാനും ഈ ചെടിക്കുള്ള ഗുണങ്ങൾ ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഗവേഷകരുടെയും മറ്റുള്ളവരുടെയും സഹായത്തോടു കൂടി അമുക്കുരത്തിനെ ലോക നിലവാരത്തിലെത്തിക്കുന്നതിന്, ലോക അംഗീകാരം നേടുന്നതിന്, ഇതടങ്ങിയ ധാരാളം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് എല്ലാം വഴിയൊരുക്കുന്നതാകും ഈ ഗ്ലോബൽ സമ്മിറ്റ്. ഇതോടനുബന്ധിച്ച് നടക്കുന്ന എക്സിബിഷനിൽ പഞ്ചകർമ്മ തെറാപ്പി, ആയുർവേദ ആഹാരം, ഔഷധ ചെടികൾ ഇവ പ്രദർശിപ്പിക്കുന്നതാണ്. ആയുർവേദം, യുനാനി, സിദ്ധ തുടങ്ങിയ സിസ്റ്റങ്ങളെ മനസ്സിലാക്കാനുള്ള അവസരവും പ്രതിനിധികൾക്ക് നൽകുന്നുണ്ട്. യോഗ പരിശീലനവും എക്സിബിഷന്റെ ഭാഗമായി നടത്തുന്നതാണ്. സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, WHO ഡയറക്ടർ ജനറൽ ഡോക്ടർ തെദ്രോസ് അധാനം ഗബ്രയോസുസ് എന്നിവർ സന്നിഹിതരാകും. കേന്ദ്ര ആയുഷ് സഹമന്ത്രി പ്രതാപ് റാവു ജാദവ്, WHO സീനിയർ അഡ്വൈസർ ഡോക്ടർ പൂനം ഖത്രേപാൽ, ആയുഷ് സെക്രട്ടറി വൈദ്യ രാജേഷ് കൊടേച്ച, ധീരേന്ദ്ര ഓജ, പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ എന്നിവരാണ് ഈ സംരംഭത്തിന് നേതൃത്വം നൽകുന്നത്. റെസ്റ്റോറിംഗ് ബാലൻസ്, സയൻസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് എന്നതാണ് ഈ വർഷത്തെ ഗ്ലോബൽ സമ്മിറ്റിന്റെ തീം. 20ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗ്യമന്ത്രിമാർ, സെക്രട്ടറിമാർ, 100ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ, പോളിസി മേക്കേഴ്സ്, ഗ്ലോബൽ ഹെൽത്ത് ലീഡേഴ്സ്, ഗവേഷകർ, വിദഗ്ധർ, വ്യവസായങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, പ്രാക്ടീസ് ചെയ്യുന്നവർ എന്നിവർ പങ്കെടുക്കും. ഈ ഗ്ലോബൽ സമ്മിറ്റ് ഇന്ത്യയുടെ ട്രഡീഷണൽ മെഡിസിനിലുള്ള പ്രാധാന്യം വെളിവാക്കുന്നതാണ്. വർഷങ്ങളായി ഇന്ത്യയിൽ ആയുഷ് സിസ്റ്റം, ആയുർവേദ, യോഗ ആൻഡ് നേച്ചുറോപ്പതി, യുനാനി, സിദ്ധ,
സോവ റിക്പ, ഹോമിയോപ്പതി എന്നിവ ചികിത്സാ പദ്ധതികളിലൂടെ ജനങ്ങളുടെ ആരോഗ്യത്തിന് കരുതൽ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഭാഗമായി WHO ഗ്ലോബൽ ട്രഡീഷണൽ മെഡിസിൻ സെന്റർ ജാംനഗറിൽ ആരംഭിച്ചിട്ടുണ്ട്. സമ്മിറ്റിൽ ബലാറസ്, ഭൂട്ടാൻ, ബ്രസീൽ, ക്യൂബ, കൊളംബിയ, ഇന്തോനേഷ്യ, മലേഷ്യ, നേപ്പാൾ, ശ്രീലങ്ക, UAE, തായ്ലൻഡ്, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുമായി ചർച്ചകൾ നടത്തും. സമ്മിറ്റിന്റെ ഭാഗമായി അശ്വഗന്ധ അഥവാ അമുക്കുരം എന്ന ചെടിയുടെ ഗുണഗണങ്ങൾ വിവരിക്കുന്നതാണ് കാരണം. ഇന്ത്യയിൽ നിന്നുള്ള ഈ ചെടി ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിക്കൊണ്ടിരിക്കുന്നു. മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കാനും ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിപ്പിക്കുവാനും പ്രതിരോധശക്തി കൂട്ടുവാനും ഈ ചെടിക്കുള്ള ഗുണങ്ങൾ ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഗവേഷകരുടെയും മറ്റുള്ളവരുടെയും സഹായത്തോടുകൂടി അമുക്കുരത്തിനെ ലോക നിലവാരത്തിൽ എത്തിക്കുന്നതിന്, ലോക അംഗീകാരം നേടുന്നതിന്, ഇതടങ്ങിയ ധാരാളം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനെല്ലാം ഈ ഗ്ലോബൽ സമ്മിറ്റ് വഴിയൊരുക്കും. ഇതോടനുബന്ധിച്ച് നടക്കുന്ന എക്സിബിഷനിൽ പഞ്ചകർമ്മ തെറാപ്പി, ആയുർവേദ ആഹാരവും ഔഷധ ചെടികളും പ്രദർശിപ്പിക്കും. ആയുർവേദം, യുനാനി, സിദ്ധ തുടങ്ങിയ സിസ്റ്റങ്ങളെ മനസ്സിലാക്കാനുള്ള അവസരവും പ്രതിനിധികൾക്ക് നൽകുന്നു. യോഗ പരിശീലനവും എക്സിബിഷന്റെ ഭാഗമായി നടത്തുമെന്ന് പഞ്ചകർമ്മ ആയുർവേദ റിസർച്ച് സെന്റർ ആയുർവേദ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ VC ദീപ്, ഫാർമക്കോളജി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സുധേഷ് N ഗൈദാനി, ബയോകെമിസ്ട്രി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ N തമിഴ്ശെൽവം, ആയുർവേദ റിസർച്ച് ഓഫീസർമാരായ ഡോക്ടർ പ്രദീപ് കുമാർ, ഡോക്ടർ KS രോഹിത്, അസിസ്റ്റന്റ് രജനി മനോജ് തുടങ്ങിയവർ ചെറുതുരുത്തിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. Ministry of Ayush, Government of India, in collaboration with WHO, that is World Health Organization, Traditional Medicine Division, will be jointly organizing a second WHO Global Summit on Traditional Medicine on 17 to 19, 2025 at Bharat Mandapan, New Delhi. The ministers, policymakers, researchers, scientists, health leaders and industry persons are going to participate in this summit. The theme of this summit is Restoring Balance, the Science and Practice of Health and Well-being. The main focus is on integrating ancient healing with modern science to shape future health policies, addressing diverse topics from digital health to sustainable care. Apart from this one, during the summit in 2025, it will be delve deeper into the scientific innovation shaping the fields, addressing critical issues such as biodiversity protection, IPR, and the transformative potential of AI. And it will be include the announcement of new pledges, products and innovations. Apart from this one, the summit invites global leaders, scientists, practitioners and communities to come together to share knowledge, build capacity and take action, leveraging digital technology to bring the countries and leaders together both in the personal and online aspect also. Thank you. WHO Global Summit on Traditional Medicine 2025 ഡിസംബർ 17 തൊട്ട് 19 ഡിസംബർ 2025 വരെയാണ് ഗുജറാത്ത് അഹമ്മദാബാദിലെ മീറ്റിംഗ് നടക്കുന്നത്. നമുക്കറിയാം, ലോകം മുഴുവതും നിയർലി 70% ഓഫ് പോപ്പുലേഷൻ സ്റ്റിൽ യൂസിങ് ട്രഡീഷണൽ മെഡിസിൻ സിസ്റ്റം അവങ്ങളുടെ ബേസിക് ഹെൽത്ത് കെയർ നീഡ് ഇന്ന് യൂസ് ചെയ്യുന്നുണ്ട്. മോഡേൺ മെഡിസിൻ പോലെ തന്നെ ട്രഡീഷണൽ മെഡിസിൻ സിസ്റ്റമും ഒരുപാട് ആൾക്കാർ ലോകം മുഴുവതും യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതിൻ്റെ ഒരു വലിയ റിസർച്ച് സെൻറ്റർ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലോകം മുഴുവതുമുള്ള ട്രഡീഷണൽ മെഡിസിൻ സിസ്റ്റത്തെ കുറിച്ചിട്ട് റിസർച്ച് ചെയ്യാനായിട്ടും നല്ല രീതിയിലെ ഗവേഷണം അതിൻ്റെ പേറ്റന്റിങ് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനായിട്ടും ആണ് ഗുജറാത്തിൽ നമുക്ക് ഇന്ത്യയിൽ ഒരു വലിയ സെൻറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ സെക്കൻഡ് മീറ്റിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത് 17th തൊട്ട് ഡിസംബർ 19th വരെയിൽ. இந்த மீட்டிங்கில் நியர்லி 5,000 people are participating, 1,000 people directly participating, 5,000 people virtual conference participate ചെയ്യുന്നുണ്ട്. Nearly 100 countries participating in that program. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആയുഷ് என்ற ஒரு ட்ரெடிஷ்னல் மெடிசன் சிஸ்டம் குளோபல் லெவலில் எத்திக்கணும் அப்படிங்கிற ஒரு கான்செப்டாണ്. இதுபோல் ஒருபாடு மெடிசின் சிஸ்டம் உண்டு. அந்த மெடிசின் சிஸ்டம்லாம் ஒருபாடு நல்ல குணங்கள் உள்ள மெடிசின்ஸ் உண்டு. ആ മെഡിസിൻസ് ലോകം മുഴുവതും മനസ്സിലാക്കി ജനങ്ങൾക്ക് ഉപയോഗപ്പെടണം എன்ற പർപ്പസിലാണ് இந்த மீட்டிங் നടക്കുന്നത്. അപ്പോൾ ഒരുപാട് ഇന്ത്യൻ മെഡിസിനൽ പ്ലാൻസ്, ഇന്ത്യയിൽ ഉള്ള ഒരുപാട് മെഡിസിനൽ പ്ലാൻസും മെഡിസിൻസും ആയുർവേദ
യുനാനി, സിദ്ധ, ഹോമിയോ ഇതുപോലുള്ള മെഡിസിൻ സിസ്റ്റത്തിലുള്ള ഡ്രഗ്സ്, മെഡിസിൻസ് കുറിച്ച് ലോകം മുഴുവതും മനസ്സിലാക്കി തരാനായിട്ടുള്ള ഒരു അവസരമായിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എസ്പെഷ്യലി അമുക്രം എന്ന് പറയുന്ന വിഥാനിയ സോംനിഫെറ, അശ്വഗന്ധ அப்படிங்கிற ഒരു മെഡിസിനെ കുറിച്ച് കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ആ മെഡിസിൻ അശ്വഗന്ധ മെഡിസിൻ நம்ம இந்தியாவில் ഒരുപാട് അസുഖങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ സ്ട്രെസ് മാനേജ്മെൻറ്റ്, ബ്രെയിൻ പ്രൊട്ടക്റ്റീവ് പർപ്പസ്, ആങ്സൈറ്റിക് പർപ്പസ് ഇതുപോലുള്ള അസുഖങ്ങൾക്കും ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായിട്ട് ഇമ്മ്യൂൺ ബൂസ്റ്ററായിട്ട് അശ്വഗന്ധ ഉണ്ടാക്കുന്നുണ്ട്. ഈ മെഡിസിനെല്ലാം ഇതിനുണ്ട് ഇമ്പോർട്ടൻ്റ്. ഇന്ത്യയിലുള്ള ഈ മെഡിസിനെ കുറിച്ച് അപ്പോൾ ലോകം മുഴുവതും അറിയണമെങ്കിൽ ഒരു സെഷനെ കുറിച്ച് അവർ ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇതിൻ്റെ മെഡിസിൻസ് കുറിച്ച് കാര്യമായിട്ടുള്ള റിസർച്ചും അതിനുള്ള പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തിട്ട് ലോകം മുഴുവതും എത്തിപ്പെടണം அப்படிங்கிற ഒരു கான்செப்டிலுമാണ് പോകുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ നമ്മളുടെ പഞ്ചകർമ്മ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വിൽ പാർട്ടിസിപ്പേറ്റ് ത്രൂ ഓൺലൈൻ മോഡ്. അവർ ഡയറക്ടർ ജനറൽ ഓഫ് CCRS ഡൽഹിയിലുള്ള ഡയറക്ടർ ജനറൽ, ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഇവരെല്ലാം നേരിട്ട് அந்த WHO മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതാണ്. പിന്നെ ഒരുപാട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ, പിന്നെ നാഷണൽ മെഡിസിൻ പ്ലാൻ ബോർഡ് ഇതുപോലുള്ള ടീമുകളിലെ വലിയ വലിയ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ നേരിട്ട് അവിടെ ഡൽഹിയിൽ പങ്കെടുക്കും പ്രോഗ്രാംസ്. റൈറ്റ് വിഷൻ ന്യൂസ്, ചെറുതുരുത്തി. ആഘോഷങ്ങൾ അവസാനിച്ചാലും VM സൂപ്പർ വാല്യുവിൽ ഓഫറുകൾ അവസാനിക്കുന്നില്ല. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ ആൻഡ് ഡിജി വേൾഡ്, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്.